അതല്ലെങ്കിൽ വീര അവകാശങ്ങളൊന്നും പറയല്ല. ചരിത്രത്തിൽ ഇങ്ങനെ കാണുന്നു. മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി 1500 മുതൽക്ക് AD 1500 മുതൽക്ക് ഈ 2000 വരേക്കുമുള്ള കാലയളവിൽ 4 ശക്തികൾ ശ്രമിച്ചിട്ടുണ്ട്. പോർച്ചുഗീസ് ശ്രമിച്ചു, ഡച്ച് ശ്രമിച്ചു, ഫ്രഞ്ച് ശ്രമിച്ചു, ലാസ്റ്റ് ബ്രിട്ടീഷും ശ്രമിച്ചു. ശ്രമിച്ചവരൊക്കെ അവരെ പാട്ടിന് പോയി എന്നല്ലാതെ ഇവിടെ വാങ്ങി വിളിക്കുന്നതിനോ, ഇവിടെ മദ്രസ നടത്തുന്നതിനോ, ഇവിടെ മതപ്രഭാഷണം നടത്തുന്നതിനോ, ഇവിടെ എഴുത്തിക്കാവ് നടത്തുന്നതിനോ, ഇവിടെ ഉളുഹിയ്യത്ത് ഇറക്കുന്നതിനോ, ഇവിടെ അത്തീഖ ഇറക്കുന്നതിനോ, അതല്ലെങ്കിൽ ഇവിടെ ഹജ്ജിന് പോകുന്നതിനോ ഒരു പോറിലും ഏൽപ്പിക്കാൻ ഈ ശക്തികൾക്കൊന്നും സാധിച്ചിട്ടില്ല. ഇതൊരു വസ്തുതയാണ്. അപ്പോൾ ഇങ്ങനൊരു ചരിത്രം ഞങ്ങൾക്കുണ്ട്. അതുപോലെയുള്ള ഒരു ചരിത്രം ഇനിയും കാണാനുള്ള ഒരു ഇട വരുത്തരുതേ എന്നാണ് നമുക്ക് ലോക്സഭയിൽ കൈപൊക്കിയവരോട് പറയാനുള്ളത്, രാജ്യസഭയിൽ കൈപൊക്കിയവരോട് പറയാനുള്ളത്, ഒപ്പിട്ട് കൊടുത്ത രാഷ്ട്രപതിയോട് പറയാനുള്ളത്. ഇതുപോലെയുള്ളൊരു ചരിത്രം ഇനിയും കാണാൻ നിങ്ങൾ അവസരം ഉണ്ടാക്കരുത്. എന്താണ് ചരിത്രം സംഭവിക്കുക? ആര് ഇഖ്റാജിന് ശ്രമിക്കുന്നുവോ, പുറത്താക്കാൻ ആര് ശ്രമിക്കുന്നുവോ അവർ ഔട്ടാവുക. ആരെയാണോ പുറത്താക്കാൻ ശ്രമിക്കുന്നത് അവർ ഇന്നാവുക. ഇത് ഇങ്ങനെയുള്ള ഒരവസ്ഥാവിശേഷത്തിലേക്ക് എത്തിക്കരുതേ എന്ന് നാം അവരോട് കെഞ്ചുകയാണ്. കാരണം എന്തുകൊണ്ട്? അവരൗട്ടാവുന്നതിന് നമുക്ക് ദുഃഖമുണ്ട്. നമ്മെ ഔട്ടാക്കാൻ ശ്രമിക്കുന്നവർ ഔട്ടാകുന്നത് കാണുന്നത് നമുക്ക് വയ്യ. കാരണം എന്തുകൊണ്ട്? നമ്മളൊരു ചോരയല്ലേ, നാം ഒരു ചോരയല്ലേ. ഹിന്ദു മുസ്ലിം ബായി ഇതല്ലയോ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. സാരേ ജഹാൻ സെ അച്ഛാ ഹമാര, ഹിന്ദുസ്ഥാൻ ഹമാര, ഇതല്ലയോ നമ്മെ ഇഖ്ബാൽ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് തന്നെയല്ലയോ ദി ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ഡിസ്കവറി ഓഫ് ഇന്ത്യ തുടങ്ങിയ പുസ്തകങ്ങളുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് നവഭാരതത്തിന്റെ ശില്പികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മദൻ മോഹൻ മാളവി ആയിരുന്നാലും, അതല്ലെങ്കിൽ പണ്ഡിറ്റ് തിലകനായിരുന്നാലും, അതല്ലെങ്കിൽ ലാലാ ലജ്പത് റായ് ആയിരുന്നാലും, അതല്ലെങ്കിൽ സാക്ഷാൽ നമ്മുടെ ഗാന്ധിജി ആയിരുന്നാലും ഇവരൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. എന്ത്? സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര. ഈ മന്ത്രം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ ഇവിടെ കഴിഞ്ഞു പോയിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ നമ്മെ പുറത്താക്കുന്നു എന്നതിന്റെ പേരിൽ പോലും ഒരാൾ ഔട്ടാകുന്നത് നമുക്ക് കാണാൻ വയ്യ. ആ ദുഃഖകരമായ ഒരു ചരിത്രം സൃഷ്ടിക്കാൻ ഇടവരുത്തരുതേ എന്ന് പറയുന്ന ഒരു അപേക്ഷ മാത്രമേ നമുക്കുള്ളൂ. അല്ലാതെ നമ്മുടെ നഫ്സിന്റെ കാര്യത്തിൽ ഒരു കെഞ്ചലോ, അതല്ലെങ്കിൽ ഒരു കുറുമ്പ് പറയലോ, ഹുങ്ക് പറയലോ